ഒരു കേരളത്തിന്റെ വലിയ നേട്ടം, ഇന്ത്യക്ക് തന്നെ മാതൃകയാകുന്ന നേട്ടമാണ്, ചരിത്ര മുഹൂർത്തമാണ്, ചരിത്ര ദിവസമാണ് കേരളപ്പിറവി ദിനം. എങ്ങനെയാണ് ഈ നേട്ടത്തെ കാണുന്നത്? ഒരു സംശയമില്ല, ഇത് ചരിത്രത്തിൽ എക്കാലവും അടയാളപ്പെടുത്തപ്പെടുന്ന ഒരു ദിവസമാണ്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നുള്ളത് ഒരു സ്വപ്നമായും മുദ്രാവാക്യമായും തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടാനുള്ള ഒരു ഉപായമായും എല്ലാം പല രൂപത്തിൽ ഈ ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന ആശയത്തിൻ്റെ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ലെങ്കിലും ഗരീബി ഹഠാവോ എന്നുള്ളത് ഒരു കാലത്ത് ഇന്ത്യയിൽ മുഴങ്ങിക്കേട്ട ഒരു മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം ഉയർത്തിയത് ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. നിങ്ങളൊന്നും ജനിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ കണക്കൂട്ടി നോക്കുകയാണ്, 69 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു 55-56 5.5 പതിറ്റാണ്ട് മുമ്പാണ് ഗരീബി ഹഠാവോ എന്ന മുദ്രാവാക്യം മുഴക്കിയത്. ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് അന്ന് 3-2 ഭൂരിപക്ഷം കൊടുത്തു. എന്നിട്ട് 5 വർഷമല്ല ഭരിച്ചത്, 77 വരെ ഭരണം നീണ്ടു. 5 വർഷം അന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാൻ കഴിഞ്ഞില്ല. ദാരിദ്ര്യം ഈ കാലത്തെല്ലാം വളർന്നു. ഇപ്പോ നമ്മൾ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ്. അതിന് പിന്നിൽ ദീർഘകാലത്തെ പ്രവർത്തനമുണ്ട്. സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ഇതിന്റെ പിന്നിലുണ്ട്. 57 EMS ഗവൺമെന്റിന്റെ പ്രവർത്തനമുണ്ട്. പിന്നെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളുണ്ട്. ഈ പ്രസ്ഥാനം തുടങ്ങുന്നതിന് നേതൃത്വം കൊടുത്ത ആൾ എൻ്റെ ഇടതുവശം ഇരിപ്പുണ്ട്, ഗോവിന്ദൻ മാഷാണ്. ത്രിതല പഞ്ചായത്ത് മന്ത്രിയായിട്ടിരുന്നു. പിന്നീട് പാർട്ടി പ്രവർത്തനത്തിന് അദ്ദേഹം ഉത്തരവാദിത്വം ഒഴിഞ്ഞപ്പോൾ പിന്നീട് വന്ന മന്ത്രി MP രാജേഷ് അതിന് ചുക്കാൻ പിടിച്ചു. പക്ഷേ എല്ലാ തലങ്ങളിലുമുള്ള തെരഞ്ഞെടുക്കപ്പെട്ട സമിതികൾ, ഗ്രാമപഞ്ചായത്ത് വരെ, പിന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഇത് വിജയിപ്പിക്കുന്നതിന്റെ പിന്നിൽ നിന്നു. അപ്പം ഇത് വലിയ കൂട്ടായൊരു ശ്രമത്തിന്റെ സ്വപ്ന സാക്ഷാത്കാരമാണ്. ജനത കൂട്ടായി കണ്ട സ്വപ്നമാണ്, അത് സാക്ഷാത്കരിച്ചു. ഇതിന്റെ അർത്ഥം കേരളത്തിന്റെ എല്ലാ പ്രശ്നവും പരിഹരിച്ചു കഴിഞ്ഞു എന്നല്ല. ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ അവശേഷിക്കുന്നുണ്ട്. അത് പരിഹരിക്കാൻ നമ്മൾ കൂട്ടായിട്ട് പ്രവർത്തിക്കണം. വളരെ നിഷേധാത്മകമായി ഈ നേട്ടത്തെ തള്ളിപ്പറയുന്ന ഒരു സമീപനം ചില കേന്ദ്രങ്ങളിൽ ഉണ്ടാകുന്നത് വളരെ ദുഃഖകരമാണ്. അപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കി നമുക്ക് എങ്ങനെ ഒരു നവകേരളം കെട്ടിപ്പടുക്കാൻ കഴിയുമെന്നുള്ള അന്വേഷണത്തിലേക്ക് ഇവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് പോകാം.